നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിടാൻ പോകുന്നത് കാസർഗോഡ് പൊടിപ്പളം ശ്രീ ചീർമ്പാ ഭഗവതി ക്ഷേത്ര പണ്ണാര വീട് തറവാടിലെ ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെയും പരിവാര ദൈവങ്ങളുടെയും പാലാല പ്രതിഷ്ഠയുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വൈകിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഞായറാഴ്ചയും വരുന്നു പോന്നിട്ട് വരുന്നത് എല്ലാറാഴ്ചയും വരുന്ന കുടുംബത്തിൽ ഞായറാഴ്ച വരുന്ന എല്ലാ ദൈവങ്ങളും സംഭവിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ച കാര്യത്തിലേക്ക് യാതൊരു തടസ്സങ്ങളില്ല, ബുദ്ധിമുട്ടില്ലാതെ അത് നല്ല രീതിക്ക് ഇന്നും വേലയില്ലാത്തിൽ വെച്ചിട്ട് ആ മൂലയില്ലാത്തേക്ക് എത്തിൻ്റെ പുണ്യം ദിവസം എല്ലാവർക്കും അനുഗ്രഹിച്ച് എത്രയും പെട്ടെന്നാണ് ഞങ്ങൾ 10 കൂടി പറഞ്ഞു. അച്ഛന്മാരോടും മന്നന്മാരോടും കുടുംബക്കാരോടും ദൈവത്തിന് ശിപാത അർപ്പിക്കാൻ ചോദിച്ചു. അതിൽ ചെറുതായിരിക്കുന്ന ദർശിഭാഗത്തിന് മംഗലാപുരനും ചുരക്കുളക്കാരും പത്തിരിക്കായി നല്ല യുഗമുള്ള ദേവനെ കണ്ടുപോകണം ചെന്നിട്ട് അവന്റെ നാളുകളോട് കത്തിച്ചുപോകാത്ത കെട്ടിടം വന്നിരിക്കുന്ന വിളക്കുന്നു. അന്ന് തൊട്ട് ഇന്ന് വരേക്കും എന്റെ പാട്ടത്തിരിക്കനായ മുതാളൻ നെടുന്നിരിക്കനായ പ്രഭാത്തിരിക്കുന്ന എന്റെ മുതാളത്തെ പ്രവേശിക്കുന്നതായ മധുരകത്ത് ഏതാനും പുത്രോടിലേക്കുണ്ടായ ഈ വടനാട് രംഗത്ത് എന്റെ വണ്ണാരം കൊണ്ട് കാൽപ്പറവും വേഗമായി അങ്ങനെ ഞങ്ങളൊന്ന് അർത്ഥകണ്ഠം വെച്ചു അർപ്പിച്ച പ്രകാരത്ത് ഏതാനും പുറപ്രതിഷ്ഠാന്നിരിക്കുന്നതായ അനുഭവത്തിക്കണം ഒന്ന് പാലാരം കൊണ്ടതായ കാലം മുഹൂർത്തത്തിക്കണം. അങ്ങനെ ഏതാണ് എന്റെ മുന്നൂറിൽ നിൽക്കുന്ന ഏതാനും അങ്ങനെ പ്രദേശികള് അങ്ങനെ എന്റെ കുടുംബാദികളും
കൂടിയിരിക്കുന്നതായ മഹാനഗരവും അങ്ങനെ ഞങ്ങൾ എന്നിരിക്കുന്നതായ പുനർപ്രാണം എന്നിരിക്കുന്നതായ അങ്ങനെ ചെയ്യണം, അങ്ങനെ ബുദ്ധി എന്നിരിക്കുന്നതായ ഒന്ന് പാരായണം കൊള്ളണം എന്ന് ആഗ്രഹിച്ചു. ഏതാനും ഉദ്ദേശിക്കല് ആഗ്രഹിച്ച കാര്യം അനുഗ്രഹിച്ചുണ്ടാക്കി കൊടുക്കണമല്ലേ. ഏതാനും ഒന്ന് പാരായണം കൊള്ളണം, അങ്ങനെ നിറവേറ്റിത്തണം ഭഗവാൻ എന്നിരിക്കുന്ന പ്രാർത്ഥന. അവർക്ക് എല്ലാ ചൊല്ലാ ഞങ്ങൾക്ക് മഹിളകത്ത് അനുഗ്രഹം കൊണ്ട് ഇന്നിവരേക്കും അഭിമാനം കൊണ്ട് വാരാനം കൊണ്ട് എന്റെ ഭണ്ണാരം കൊണ്ട് തറവാടും വേഗമാറ്റ് അസമാനത്തിങ്കൽ ദേവന്മാരൊന്ന് സന്തോഷം കൊണ്ട് കുട്ടിക്ക് അനുഭവിക്കുന്നതാണോ. അങ്ങനെ ഉദ്ദേശികള് കുറിച്ച് ഗുരുമാതൊക്കെ വേണം ഒന്ന് വാരാനം കൊണ്ടൊന്ന് ആഗ്രഹിച്ചു. അത് കുട്ടിയെ വേണം പരിശുദ്ധമായ ഉണ്ടായുടെ വളം എന്നിരിക്കുന്നതായ തറവാട്ട് മാതക്കന്മാരെ അനുഗ്രഹം കൊണ്ട് ഭണ്ണാരപടി തറവാട്ടകത്ത് എത്ര കാലത്തോളം ആരാധിച്ചിരിക്കുന്നതായ ശക്തിമത്തായിട്ട് നേർമാറാകുന്നത് കാലത്ത് കർമ്മം ചെയ്യേണ്ട യോഗം നാരായണൻ കൊള്ളാനൊരു കർമ്മയോഗിയായിട്ട് കൈയെടുക്കുന്ന ഭാഗ്യം കിട്ടിയിട്ടുള്ള കാര്യം പറയാൻ തറവാടും വേഗമായിട്ടും നട്ടിരിക്കുന്നതായ വൃക്ഷമാറ്റുന്ന കാലം സുഹൃത്തുക്കളും എന്റെ കുടുംബാദികളും അല്ലെ പരിപാലിക്കാനുള്ള യോഗം നിങ്ങളെന്നിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് അല്ലെ നിങ്ങളെന്നിരിക്കുന്നതായ ആ ഏതാണ് ബന്ധം കൊണ്ട് കുറിച്ച് മാറ്റം. ആന്തരികമായിരിക്കുന്ന പ്രകാശങ്ങളൊന്നുമില്ല. അപ്പോൾ അന്തപ്പുറത്തേക്ക് വിളമ്പുമ്പോൾ
ഏതാനും കഞ്ഞും കറിയും ഉണ്ടാക്കുമ്പോഴേക്കും അല്ലേ ഏതാനും അങ്ങനെ ആന്തരികമായ പ്രകാശങ്ങളൊന്നും അതിൻ്റെ അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു തൂക്ക് വിളക്ക് ഇട്ടു, പ്രകാശത്തിന് വേണ്ടിയാണ് ആ വിളക്ക് വെച്ചത്. ഇപ്പം ആ ഏതാനും രാജസ്വരൂപിണിയാകുന്ന മാതാവും അല്ലേ വിഷ്ണുമൂർത്തി എന്നിരിക്കുന്ന അനുഭവത്തെ നാളത്തെ ദിനം തന്ത്രക്കയ്യാല ബാലാലയം കൊള്ളിക്കാനുണ്ട്. ശേഷഭവനം നീക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ട് അത് തന്ത്രക്കയ്യാല അനുഭവം ഉണ്ടാക്കി. ഏതാനും ഇനി വരുന്ന അനുഭവങ്ങളല്ല എങ്ങനെ വേണം അത് കുടുംബവും അല്ല 300 വലിയ കുഞ്ഞുകളാന്മാരും അനുഭവം വരുത്തി അല്ല വീട്ടിലും വന്നിരിക്കുന്നതായ അല്ല ഏതാനും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും തറവാടെന്നിരിക്കുന്ന അനുഭവങ്ങളും ഏതാനും എൻ്റെ കുഞ്ഞുകളാന്മാർക്ക് അല്ല അങ്ങനെ വലുതായിരിക്കുന്നതായ ഏതാനും അനുഭവം കൊണ്ട് ആയിരത്തെ വേദോബ്രാഹ്മണൻ അനുഭവം വരുത്താണ്ട് വീട്ടിലും അല്ല ഏതാനും അനുഭവം കൊണ്ട് ഏതാനും ഞങ്ങളെ ചട്ടപ്പുറത്ത് ഞങ്ങളെന്നിരിക്കുന്നതായ ഗുരുവിനെ കൊണ്ട് കർമ്മം ചെയ്ത് അനുഭവം എന്നിരിക്കുന്നതായ അനുഭവങ്ങളാണ്. ബ്രാഹ്മണമെന്നിരിക്കുന്നതായ അല്ല ബ്രാഹ്മണകുലം ഉണ്ടായത് അത് അംശങ്ങൾ വേറല്ല, വൈഷ്ണവ ശക്തിയോടുകൂടിയാണല്ലോ. ഇത് ശൈവശക്തിയോടാണല്ലോ അല്ലേ. ശൈവ വൈഷ്ണവ എന്നിരിക്കുന്ന അനുഭവം ഒന്നിച്ച് കാണുന്നുണ്ടെങ്കിലും ഏതാനും വെട്ടുല്ലത്തിൻ്റെ ചട്ടപ്പുറകത്ത് ശൈവശക്തിയോടുകൂടി അനുഭവം വരുന്നതായ എൻ്റെ കുഞ്ഞുകളാന്മാർക്ക് ബ്രാഹ്മണകുലത്തെങ്കിൽ ശ്രേഷ്ഠമായിരിക്കുന്ന പദവി കിട്ടും. അതുകൊണ്ട് ഭയം അല്ലെ അത് അങ്ങനെ രണ്ട് മുമ്പുള്ളതായ അല്ലെ അങ്ങനെ ഏതാനും അല്ലെ അങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ട് നീക്കത്തിൽ വലിയ കാര്യമാണ്. ഇവരെ ആദ്യകാലത്ത് എൻ്റെ കുമ്പ്രായുടെ പാടുന്നിരിക്കുന്നതായ ഭവനവും അങ്ങനെ നീക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ബന്ധു ഞങ്ങൾക്ക് കുമ്പ്രായ പാടാം അല്ലെ ഏതാനും ആദ്യകാലത്ത് അങ്ങനെ രണ്ട് മുമ്പുള്ളതായ വസ്തു കൊണ്ട് നീക്കം ചെയ്തു. നിങ്ങളെ കൊണ്ട് കല്ലും മരവും കൊണ്ട് കൂട്ടി വെപ്പിക്കുന്ന അനുഭവം ഇവരുണ്ടാക്കി നിർത്തുന്ന പ്രാർത്ഥന ഇവരോടും അല്ലെ ഏതാനും നിങ്ങള് തങ്ങളുടെ ബന്ധ ഏതാനും കുടുംബാദികളെ അവർക്ക് കൊണ്ടു നടക്കുന്ന സാലരികളോടും എൻ്റെ കുടുംബാദികൾ സുഖം ഐക്യ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് ചേർന്ന് കൊടുക്കും. ഇങ്ങനെ എൻ്റെ തിരുമുറ്റത്ത് സന്തോഷം കൊണ്ട് കാണേണ്ട യോഗങ്ങളും ഞങ്ങളെ ഒന്ന് മൂലാലം കൊള്ളുന്നതായ കാലവും മുഹൂർത്തമുണ്ട്. ഞങ്ങൾ നിശ്ചയിച്ചില്ല. അതിന് നിങ്ങൾ ഒരു കാരണം വെച്ചാലും അല്ലെ നിങ്ങള് പുറകോട്ട് വെക്കേണ്ട കാര്യം മുമ്പോട്ട് തന്നെ വെച്ചോ. അതിന് തടസ്സമില്ലാതൊക്കെ വേണം. കളിയിലപ്പൻ അനുകൂലം കൊണ്ട് നിങ്ങളെ പൂജപുരുഷന്മാർ കാരണന്മാർ അനുഗ്രഹം കൊണ്ടല്ലേ ഇങ്ങനെ നിങ്ങളെ കാരണവനായിട്ട് കന്യാകുണ്ടല്ലോ അല്ലെ. അതുകൊണ്ട് ഞാനൊരു ഏതാനും വിഷ്ണുമൂർത്തിയും ധർമ്മദൈവങ്ങളൊരു വിധിയുണ്ട് അല്ല. അതുകൊണ്ട് എത്ര ജപം എത്ര അല്ല അംശങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റും അത്രയേ പോകാൻ പറ്റും അല്ല. അത് നിങ്ങളെല്ലാം അല്ലെ അല്ലെ ഇന്നുവരെക്കും നീയെല്ലാം നികത്തിട്ടുണ്ട് അല്ലെ. കാരണം ഏത് തെറ്റ് വഴി പോയിട്ടുണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് തോന്നാം എല്ലാം ദേവന്മാരെ തെറ്റ് വഹിച്ച് നിങ്ങളെന്റെ കൊണ്ട് അത് നികത്താൻ സാധിക്കില്ല അല്ലെ. നിങ്ങളെ കൊണ്ട് നികത്താൻ സാധിച്ചിട്ടുണ്ടല്ലേ 300 കിലോ കുടുംബാദികൾക്കും അല്ലെ. ഏതാണോ നടന്റെ വൃക്ഷം മണ്ണിലേക്ക് അല്ലെ ഈ മണ്ണെന്നെ അല്ലെ മറ്റൊരു മണ്ണിലേക്ക് കടക്കാനൊന്നുമില്ല അല്ലെ. നിങ്ങളെന്ന് നിശ്ചയിച്ചെങ്കിലോ അത് സാധിക്കില്ലല്ലോ. കാരണം ഏതാണോ അത് മണ്ണ് ഞങ്ങളെന്നിരിക്കുന്ന ചൈതന്യത്തോടു കൂടി ഏതാനും അല്ലെ ഏതാണോ നാടുവാഴ്ച അന്ന് നിശ്ചയിച്ച കാര്യമാണ്. പ്രപഞ്ചാവസ്ഥയെങ്കിൽ അന്നേതായ ശൈവശക്തിയോടുകൂടി കാണുന്നുണ്ടെങ്കിൽ പ്രപഞ്ചാവസ്ഥയെങ്കിൽ ഭക്തന്മാർ ഭക്തിവൃത്ത ദിക്കിനകത്ത് ഒളിത്ത ദിക്കിനകത്ത് ദേവന്മാർ എന്നിരിക്കുന്ന അനുഭവത്തെ കൊണ്ട് കാണാം. വളം ഇതോടുകൂടി ഏതാനും മുപ്പത്തികൾ നിർത്തിരിക്കുന്നതായ വനത്തെ കൊണ്ട് അതിനാണ് നിൽക്കുന്ന ശില്പതായി കൊണ്ടിരിക്കുന്നത്. ഞാൻ കന്യാബന്ധന്മാരും കഥകളെല്ലാം അല്ലെ തിരുവറ്റത്ത് ചൊല്ലി അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുള്ളൂ. അതിൻ്റെ ഭാഗ്യം അന്നുണ്ടാക്കിത്തരുന്നത് ഇവരോട് 300 കിലോ വീട്ടിലും ഏതാതിമാരെ കുടുംബാദിമാരെ ഇവരോടും തന്നെ കാരണം ഇവരോട് തന്നെ ഇപ്പത്തിൽ എടുത്തിരിക്കുന്ന ആ വനത്തെ കൊണ്ട് അതിനാണ് നിൽക്കുന്ന ശില്പതായി നിർവർത്തിക്കുന്ന ഇപ്പത്തിൽ ഇവരോട് നരനായി പിറന്ന് നാരായണനായിട്ട് കാണാൻ അനനാഴിക ഒന്ന് മനസ്സിനകത്ത് കുടിയിരുന്നിരിക്കുന്ന നാരായണന്റെ മായാലിക കൊണ്ടാണ് വന്നത്. ഏതാനും അങ്ങനെ വലുതായിരിക്കുന്നതായ 4 അക്ഷരം കൊണ്ട് ഏതാനും ആകാശം നേടാനുള്ളതായ അനുഭവത്തെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് 300 എന്നിരിക്കുന്ന വലുതായിരിക്കുന്ന സജ്ജീരനും തിരുമ്പാനാല് വരുന്നിരിക്കുന്നതായ മേൽമാടനകത്ത് കളിക്കുന്നതായ ഒരു കൊടയാണ്. അതുകൊണ്ട് അതിനാ നിമിർന്ന് വിളിച്ചു നിന്നു ഏതായി കൊടക്കകത്ത് കളിക്കും. ശ്രീ മഹാദേവന്റെ നല്ലതാല് ചങ്ങാതി ജ്ഞാനം കൊട്ടപ്പാറ കുഞ്ഞുക്കോനും പിതാവ് നട്ടത് കുരിച്ചെടുത്തിട്ടുണ്ടല്ലേ.
എൻ്റെ കൈ കൊണ്ട് ഏതാനും പിതാവെന്നിരിക്കുന്ന കർമ്മം കൊണ്ട് അങ്ങനെ നട്ടിരിക്കുന്നതായ വൃക്ഷത്തെ പൊരിച്ചു നാരാളയും കൊണ്ട് കുറിച്ചു ശ്രീമഹാദേവന്റെ അനുഭവം കൊണ്ട് ലോകനാഥന്റെ കർമ്മം അത് എൻ്റെ കൈ കൊണ്ട് നട്ട് നനക്കാൻ കർമ്മം ചെയ്യാനുള്ള യോഗം ശ്രീമഹാദേവനെ കൊണ്ട് ഉണ്ടാവണം. അതുപോലെ നാരായണ കർമ്മം കൊണ്ട് ശരീരപ്പൻ്റെ അനുകൂലം കൊണ്ടെന്ന് വിശ്വസിച്ച് നടന്നു. നീരുവഴി പ്രധാനം നാടിക്കൂടിക്കാരത്തിൽ മധുക്കുറത്തിയും കേട്ടോ. അതുകൊണ്ട് ഏവരോടും ഞാൻ എൻ്റെ ഗുണങ്ങളപ്പാനിരിക്കുന്ന അനുഭവത്തെങ്കിലും ആരാധത്തിൽ ചേരുന്നു കാണാനും കേൾപ്പാനും വന്നിരിക്കുന്ന ഏവരോടും തന്നെ എൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിനും ശരീരത്തിനും പ്രധാനം പിടിക്കുന്ന കൈക്കും നടക്കുന്ന കാലിനും ബുദ്ധിമുട്ടില്ലാതെ ആയുസാകുന്നതായ അനുഭവത്തെ കുറവുകൂടി വരുത്താണ്ട് ദേവൻ നട്ട് നനക്കേണ്ട യോഗം കേട്ടോ.